ചീഫ് സെക്രട്ടറി ജിജി തോംസൺ കൂടി നമുക്കൊപ്പമുണ്ട്. സാർ, അങ്ങയുടെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ അനന്ത. അങ്ങ് വളരെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. പക്ഷേ അനന്ത ഇടയ്ക്ക് നിലച്ചു. ഒടുവിൽ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ മാലിന്യം തന്നെ മറ്റൊരു അപകടക്കെണിയായത് നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇത്ര ദുഷ്കരമാവുന്നതിന് കാരണം എന്താണ്? റെയിൽവേ അതിലൊരു പങ്ക് നമ്മൾ ചാരേണ്ടതുണ്ടോ? ഇല്ല, നോക്കൂ, ഈ സ്ഥലം ഈ ഓട ഒഴുകുന്നത് റെയിൽവേ ലൈനിന്റെ നമ്മുടെ സ്റ്റേഷന്റെ അടിയിൽ കൂടിയാണ്. 150 മീറ്റർ ആണ് അതിന് നീളമെന്നാണ് എന്റെ അറിവ്. ഇവിടെ അത് അവരുടെ പ്രോപ്പർട്ടിയാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ മാലിന്യം അവരുടെ പ്രോപ്പർട്ടി അല്ലല്ലോ. ഈ മാലിന്യം എവിടുന്നാ വരുന്നത്? അത് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മനുഷ്യർ വലിച്ചെറിയുന്ന മാലിന്യം, ഒരു ലഗാനുമില്ലാതെ വലിച്ചെറിയുന്ന മാലിന്യം, അത് മുഴുവനും ഇവ ഒഴുകി ഓടയിൽ കൂടി എത്തി ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടിയുള്ള ഓടയിൽ കൂടി വേണം അത് സെൻട്രൽ തിയേറ്ററിന്റെ അടുത്തൂടെ പോയി അങ്ങനെയാണ് അത് കടലിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വരുന്ന ഈ മാലിന്യം അവരുടെ വകയൊന്നുമല്ല. അവിടെ ഈ മാലിന്യം തടയേണ്ടത് ആരാണ്? അപ്പൊ ഈ മാലിന്യം ഇങ്ങനെ കൂടിക്കൂടിക്കൊണ്ട് വരുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം വരുന്നത്. ഒരിക്കൽ നമ്മൾ ഓപ്പറേഷൻ അനന്ത 2015 നമ്മൾ അത് ചെയ്തത്. അന്ന് അതിന്റെ പ്രയോജനം എന്താണെന്ന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു വർഷം ഈ ഓപ്പറേഷൻ അനന്ത നടത്തിയാൽ ഇവിടുത്തെ പ്രശ്നം മുഴുവൻ പരിഹരിക്കപ്പെടുമോ? അടുത്ത വർഷം ഇതിന്റെ 2ാം ഘട്ടം നടത്തണ്ടേ? അല്ലെങ്കിൽ ഇതിന്റെ 3ാം ഘട്ടം വേണ്ടേ? ഇത് സിറ്റിയിലുള്ള എല്ലാ ഓർഡറുകളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ഓർഡറുകളിൽ നിന്നെല്ലാം അതേ നമ്മൾ അവിടെ ചെയ്തതുപോലെ വീതി കൂട്ടി, ആഴം കൂട്ടി, ചുറ്റും കോൺക്രീറ്റ് വാൾസ് ഉണ്ടാക്കി, ചുറ്റും ഭംഗിയായിട്ട് വെയിൽക്കെട്ട് ഉണ്ടാക്കണം. എന്നാൽ മാത്രം പോരാ, ഇതിലേക്ക് മാലിന്യം എറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ 2 ദിവസം മുമ്പ് നടക്കാൻ പോയപ്പോൾ രാവിലെ സ്കൂട്ടറിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ സ്കൂട്ടർ സ്ലോ ഡൗൺ ചെയ്തു. പുറകിലിരുന്ന സ്ത്രീ കയ്യിലിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കയ്യിലിരുന്ന പ്ലാസ്റ്റിക് ബാഗ് ഒറ്റയേറ് എന്റെ മുമ്പിലാണ് വന്നു വീണത്. അത് മുഴുവൻ മാലിന്യമാണ്. ഇത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യമാണ്. ഇവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും നടപടി കൈക്കൊള്ളുന്നുണ്ടോ? കഴിഞ്ഞ 8 വർഷം അല്ലെങ്കിൽ 10 വർഷമായിട്ട് എത്ര പേർക്കെതിരെ നമ്മൾ മാലിന്യം വലിച്ചു? സാർ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ഇടപെട്ടുകൊണ്ട് ചോദിച്ചോട്ടെ. ഈ മാലിന്യം റെയിൽവേയുടെ സ്വത്തല്ല, ഇത് നഗരമാലിന്യം തന്നെയാണ്. റെയിൽവേയുടെ കോമ്പൗണ്ടിൽ കൂടെ ഒഴുകി പോകുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ റെയിൽവേയുടെ കോമ്പൗണ്ടിലെ മാലിന്യ നീക്കത്തിന് അവിടേക്ക് കടന്ന് പ്രവേശിച്ചത് ചെയ്യുന്നതിന് റെയിൽവേ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നുണ്ടോ? അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ കയറണമെങ്കിൽ റെയിൽവേയുടെ അംഗീകാരം വേണം. കാരണം അതൊരു സെക്യൂരിറ്റി റിക്വയർമെന്റ് ആണ്. പക്ഷേ അപ്പൊ നമുക്കൊരു കാര്യമാണ്, നമ്മൾ 2015 ചെയ്യാൻ പോയപ്പോഴും ഇതേപോലെ തടസ്സവാദം റെയിൽവേ ഉന്നയിച്ചു. അന്ന് ഞാൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് ഇത് ഒരു വലിയ അപകടമാണ്, അതിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നും പറഞ്ഞൊരു ആക്ട് ഉണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. ആ ആക്ട് അനുസരിച്ച് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആള് ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറിയാണ്. ജില്ലയിലെ അത് കളക്ടറാണ് അതിന്റെ ചുമതലയുള്ളവര്. ഒരുപാട് ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു ആക്ടാണ്. ഒരു കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമേ അതിനുള്ള അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ശക്തമായ നടപടികൾ എടുക്കാം. ഈ നടപടികൾ നമ്മൾ കൃത്യമായി എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മാലിന്യങ്ങളെ ഒരു നിയന്ത്രണവുമില്ലാതെ നമ്മൾ ഈ ഓർഡറുകളിലേക്ക് വന്നു ചേരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ പോയിട്ട് ഈ ഏറ്റവും ക്രിട്ടിക്കൽ ഒരു പോയിന്റ് ആണ് റെയിൽവേ സ്റ്റേഷന്റെ താഴെയുള്ള ഓർഡറുകൾ. ആ ഓർഡറുകളിൽ കൂടിയാണ് ഇത് പോകുന്നത്. അവിടെ വരുമ്പം അവര് പറയും, നിങ്ങൾ ഇത്രയും മാലിന്യം കൊണ്ടുവരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നവർ ചോദിക്കും. ഇത് നമുക്ക് ഇതിന്റെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ റെയിൽവേയുടെ അംഗീകാരം കിട്ടിയേ മതിയാവുള്ളൂ. അത് കിട്ടുന്ന അത്ര സംഭവമൊന്നും അല്ല. ചീഫ് സെക്രട്ടറി നേരെ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് ഇതിന്റെ സീരിയസ്നെസ് പറയണം. ഇത് വലിയ ഡിസാസ്റ്റർ ഉണ്ടാകാൻ പോകുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാൻ നമുക്ക് കഴിയും. വേണ്ടുവന്ന് അവർക്കെതിരെ നമുക്ക് കേസ് വരെ കൊടുക്കാം. അതുകൊണ്ട് സാറേ, ഈ അല്പം മുമ്പ് ഈ തിരുവനന്തപുരം മേയർ പ്രതികരിക്കവേ ഞങ്ങളോട് പറയുകയായിരുന്നു, ഞങ്ങൾ പലവട്ടം അവർക്ക് കത്തയച്ചതാണ്, പക്ഷെ നടപടി ഉണ്ടായില്ല എന്ന്. യഥാർത്ഥത്തിൽ അതിലൊരു ആർജവക്കുറവുണ്ടോ? എന്താണ് ഇത് ലെറ്റർ അയക്കുക, റിമൈൻഡ്, ഇതൊന്നും അല്ല വേണ്ടത്. Immediately someone at the highest level should talk to the chairman of the railway board and tell him that this is a disaster in the making. We just cannot remain idle. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കണം. ഞങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് നടപടി എടുക്കാൻ പോവാണ്. അതിനുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ചെയർമാനും അതിനെതിരെ പറയില്ല. അവിടെ മേയർ അല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
പറയുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറി തന്നെ അതിന് നേതൃത്വം കൊടുക്കണം. എന്നാലേ ഇത് പറ്റുള്ളൂ. കാരണം പല ഏജൻസികൾ ഇതിൽ ഇൻവോൾവ് ആണ്. റെയിൽവേ, നാഷണൽ ഹൈവേ, PWD, റോഡ്സ്, ഇറിഗേഷൻ, കേരള വാട്ടർ അതോറിറ്റി, കേരള ഇലക്ട്രിസിറ്റി ബോർഡ്, ട്രിവാൻഡ്രം ഡെവലപ്മെന്റ് അതോറിറ്റി, ട്രിവാൻഡ്രം കോർപ്പറേഷൻ, ഈ ഏജൻസികളെ എല്ലാവരെയും നമുക്ക് ഏകോപിച്ചു കൊണ്ടുപോകാൻ ആരെ കൊണ്ട് സാധിക്കും? ഇറ്റ് ഹാസ് ടു ബി ഓൺലി ബൈ ദ ചീഫ് സെക്രട്ടറി. അല്ലാതെ വേറൊരാൾക്ക് പറ്റില്ല. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് മേധാവിയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ മീതെ മാത്രമല്ലേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർ പോയി പണി നോക്കുന്നു പറയും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹയസ്റ്റ് ലെവലിൽ ഇത് ഉണ്ടാവണം. എന്റെ സമയത്ത് ഞാനിത് നിർബന്ധമായിട്ട് ഞാൻ ക്യാബിനറ്റിൽ പറഞ്ഞു, ഞാൻ ചുമതല ഏറ്റെടുക്കാം, പക്ഷെ ഒരു കാരണവശാലും ഒരു മന്ത്രി കൂടി ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഞാൻ വഴിയിൽ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറയും, ഞാൻ പരിപാടി നിർത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ത്രട്ടൺ ചെയ്തിട്ടാണ് ഞാനത് ചെയ്തത്. അത് അന്ന് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഒരു സംശയം വേണ്ട, ഒരാളും ഇടപെടില്ല, ചീഫ് സെക്രട്ടറി ഇത് വൃത്തിയാക്കി തരണം, ഇങ്ങനെയാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. അങ്ങനെ നമുക്കൊരു ബ്ലാങ്കറ്റ് ക്ലിയറൻസ് കിട്ടി. ഈ ജോലി ചെയ്യേണ്ടതിനോടൊപ്പം പറയട്ടെ, ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആൾ വേണം ഇത് ചെയ്യാൻ. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്, മന്ത്രിമാരുടെ പണിയൊന്നുമല്ല. അവർ പോളിസി ഉണ്ടാക്കേണ്ടവരാണ്. അവർ പോളിസി മാത്രമേ പറയേണ്ടതുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ആഴ്ചക്ക് ഓരോ ദിവസമോ വേണമെങ്കിൽ അവർക്ക് റിവ്യൂ ചെയ്യാം. അല്ലാതെ അവർ ഇതിനകത്ത് കയറി ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് ചെയ്യേണ്ട ആൾക്കാർ വേറെയാണ്. അവിടെയൊക്കെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. അതിന് നേതൃത്വം കൊടുക്കേണ്ട ആൾ തന്നെ അതിന് നേതൃത്വം കൊടുക്കണം. ഇവിടെ പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒരു സെക്രട്ടറി ഉണ്ട്, ഇറിഗേഷന് സെക്രട്ടറി ഉണ്ട്, വാട്ടർ അതോറിറ്റിക്ക് സെക്രട്ടറി ഉണ്ട്. ഇവരെല്ലാം ഗവൺമെന്റ് സെക്രട്ടറിമാരാണ്. അപ്പൊ ഒരാൾക്ക് മറ്റൊരാളുടെ മീതെ അധികാരമില്ല. അപ്പൊ ഇവരെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യണ്ടേ? അവരുടെ മേലെ അവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഓവർ റൂൾ ചെയ്യണ്ടേ? അത് ആരെ കൊണ്ട് സാധിക്കും? അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴേ ഇത് ശരിയാവുകയുള്ളൂ. സാർ, ഒരു കാര്യം കൂടി, ഇപ്പം തിരുവനന്തപുരം നഗരം സ്മാർട്ട് സിറ്റി ആകുമോ എന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. മനോഹരമായ റോഡുകളും ജംഗ്ഷനുകളും കമാനങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നഗരത്തിലൂടെ മാലിന്യവാഹിനിയാകുന്ന ഒരു പുഴയെ ശുദ്ധീകരിക്കാൻ എന്തുകൊണ്ട് അജണ്ടയിൽ അത് ഉൾപ്പെടുന്നില്ല എന്ന ചോദ്യം കൂടി ഉണ്ടാവുന്നു. അയ്യോ, വളരെ വളരെ പ്രസക്തമായ ചോദ്യമാണിത്. ഇത് നോക്കൂ, നമുക്ക് 1935 CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായിരുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തിലെ ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കൂടിയൊക്കെയാണ് ഓടകൾ ഒഴുകേണ്ടത്, എങ്ങനെയാണ് നാച്ചുറൽ ഗ്രേഡിയന്റ് ആണ് ഉണ്ടായത്. അതായത് വെള്ളം പമ്പ് ഒന്നും വേണ്ട, സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകി കടലിൽ ചെന്ന് ചേരും. അങ്ങനെയുള്ള ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ മാപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ 2015 ഞങ്ങൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്തത്. ഇവിടെ ഇത്രയും നമ്മൾ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല. ആ പ്ലാൻ ഇല്ലാതെ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഓരോ വർഷവും ഈ പ്രശ്നം ഉണ്ടാകും, ഉടനെ നമ്മൾ ഇതെല്ലാം കൂടി ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ മഴയൊക്കെ തോരും, അപ്പൊ എല്ലാവരും മറക്കും. പിന്നെ അടുത്ത മഴ വരുമ്പോൾ പിന്നെയും തുടങ്ങും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു സംവിധാനം വേണ്ടേ? ഇവിടെ നമുക്ക് പിന്നെ ഇതിനൊക്കെ ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, ഇല്ലേ? നമുക്ക് ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ? അവരുടെ ജോലിയിൽ പെട്ടുന്നതാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതും. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇനി ആ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെയും അത് നിർദ്ദയം ലംഘിക്കപ്പെടുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് SS കോവിൽ റോഡ് പോയി നോക്കൂ. സെക്രട്ടേറിയറ്റിൽ നിന്ന് നമ്മൾ ശ്രീകുമാർ തിയേറ്ററിലേക്ക് പോകുന്ന റോഡ് അറിയാമല്ലോ, അവിടെ പോയി നോക്കൂ. അപ്പുറം ഇപ്പുറം ചെറിയ ചെറിയ ഹോട്ടലുകളുണ്ട്. ഏതെങ്കിലും ഹോട്ടലിന് സ്വന്തമായിട്ട് സെപ്റ്റിക് ടാങ്ക് ഉണ്ടോ? ആ സെപ്റ്റിക് അവരുടെ പിന്നെ കക്കൂസ് മാലിന്യങ്ങൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? അതെല്ലാം ഈ റിലേറ്റിലിരിക്കുന്നത്. അതെങ്ങനെ നമ്മൾ അനുവദിക്കുന്നു? ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തും മറ്റ് പ്രാന്തപ്രദേശങ്ങളിലും പടർന്നുകൊണ്ടിരിക്കുന്ന കോളറ അതുപോലെയുള്ള പകർച്ചവ്യാധികൾക്കുള്ള അടിസ്ഥാന കാരണം ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടുന്നതാണ്. അപ്പൊ അതിനു വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അതല്ലേ മാറ്റേണ്ടത്? അത് മാറ്റാതെ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? യെസ്, എന്തായാലും വളരെ നന്ദി സാർ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടാവുന്ന കാഴ്ചകളാണ് ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്ന് ഇത് ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്നത്.